ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ് ബാഗൊക്കെ ആയിട്ട്. ഞാൻ ഇടുക്കി വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പം ലിതിമോള് നിൽക്കുകയാണ്. നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ വരും. ഓക്കെ, ബായ്. അപ്പോൾ ആദ്യം ആരും എണീറ്റിട്ടില്ല, അതുകൊണ്ട് കമ്പെടുത്തോണ്ട് പോകണേ. ആ ശരി, ഓക്കെ, ടേക്ക് റെസ്റ്റ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത്. എനിക്കിന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് വയ്യായിരുന്നു, അപ്പോൾ പോകണ്ടെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ അങ്ങോട്ട് ലൈറ്റ് അടിക്കട്ടെ. ഭയങ്കരമായിട്ടും പാമ്പൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. ഉണ്ട്, ലൈറ്റ് അടിച്ച് നോക്കി പോട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയിൽ ഞാൻ കാണിച്ചു തരാം, ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ പട്ടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തന്നിട്ട്. അപ്പോൾ നല്ല പേടിയുണ്ട്. വടിയൊക്കെ സംബന്ധിച്ച് പോകാൻ കുഞ്ഞേച്ചി പറഞ്ഞേ. വടിയൊന്നും ഞാൻ ഒട്ട് കണ്ടില്ല. നോക്കാം, നല്ല തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്. നല്ല റോട്ടിലെത്തിയപ്പോൾ നല്ലപോലെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അന്ന് നമ്മൾ പോയത് 3:30 ആയപ്പോഴല്ലേ, ഇത് ഇപ്പോൾ 5:30 ആറായിട്ടുണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് വെളുത്ത് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറേ നേരം നിന്ന ശേഷം ആൽബിൻ അരൂർ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തത് കുമ്പളത്ത് വന്നാൽ മതി. അപ്പോൾ കുമ്പളത്ത് വന്നിട്ട് ഇറങ്ങിയാൽ അവിടെ നിന്ന് കയറിപ്പോകാൻ പറ്റും. തൃപ്പൂണിത്തറ വന്നിട്ട് മൂവാറ്റുപുഴ അങ്ങനെ റൂട്ട് കയറിപ്പോകാമെന്നും പറഞ്ഞാണ് ഇരുന്നേച്ചത്. പക്ഷെ ഞാൻ വന്ന് നിന്നപ്പോഴത്തേക്ക് ആകെ വന്നൊരു KSRTC ആണ്. അതിൻ്റെ അത് ഭയങ്കര തിരക്കായിരുന്നു. അതിൻ്റെ അകത്ത് കാല് വെക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. തൃശ്ശൂർ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ അകത്ത് കയറേണ്ട. അത് ഞാൻ പിന്നെയും കുറേ നേരം നിന്നപ്പോഴത്തേക്കും വണ്ടിയൊന്നും വന്നില്ല. അങ്ങനെ അവൻ പറഞ്ഞു അരൂർ വരാമെന്ന്. അരൂർ വന്ന് അവൻ എന്നെയും കൊണ്ട് പോകുന്നു. ഞങ്ങൾ മൂവാറ്റുപുഴ വഴിയാണ് കയറി പോകുന്നത്. മൂവാറ്റുപുഴയൊക്കെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഞ്ഞായിരുന്നു റോട്ടിൽ. നമുക്ക് ഓപ്പോസിറ്റ് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ഇതിലും ഉണ്ടായിരുന്നു, ഈ വീഡിയോ കാണുന്നതിനേക്കാൾ കൂടുതൽ. അങ്ങനെ ഞാൻ കുറച്ച് ജലദോഷവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡൗൺ ആയിരുന്നു. എങ്കിൽ പോലും അവന്മാർ ഞാൻ വരണ്ടാന്ന് വിചാരിച്ചതാണ്. പിന്നെ അവന്മാർ വിളിച്ചിട്ട് പറഞ്ഞു, വരാത്തത് എന്താണ്, നിനക്ക് വന്നാൽ എന്താ, ഞങ്ങൾ നിൻ്റെ ഒരു പരിപാടിക്കും വരുവേല കേട്ടോ, ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു അവന്മാർ കുറച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആടാ ശരി, ഞാൻ നാളെ വരാം, നാളെ ഒരു 1 മണി 2 മണി ആകുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ വന്നിട്ട് എന്താണ് ഈ കാര്യം, നേരത്തെ വരണ്ടേ. അപ്പം ആൽബിൻ വരുന്നുണ്ടെന്ന് അവന്മാർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആൽബിനോട് ഞാനും വിളിച്ചു പറഞ്ഞു, എടാ ഞാനും വരാം എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ പോരേന്ന് അവന്മാരും പറഞ്ഞു. അങ്ങനെയൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് പോരുന്നതാണ് കേട്ടോ. ആൽബിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും ആൽബിനും 7ാം ക്ലാസ് മുതൽ ഏകദേശം ഡിഗ്രി വരെ ഒരുമിച്ചാണ് പഠിച്ചത്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ആൽബിൻ മാത്രമല്ല, ഞങ്ങളുടെ ഇപ്പം ഞാൻ കൂടുതൽ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഡിഗ്രി പഠിച്ചവർ മാത്രമാണ്. പിന്നെ എനിക്ക് +2 പഠിച്ച അനുമോളും പിന്നെ സുജുവൊക്കെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. എനിക്ക് വിരലിൽ എണ്ണുന്ന അത്രേ ഫ്രണ്ട്സേ ഉള്ളൂ. എന്നാൽ ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്യുവറായിട്ടുള്ള കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് നേര്യമംഗലത്താണ്. നേര്യമംഗലം ആ മേഘങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ ശരിക്കും ആസ്വദിക്കാൻ പറ്റും. പിന്നെ നമ്മൾ അടിമാലി കയറിയിട്ടല്ല പോകുന്നത്, നമ്മൾ വേറൊരു റൂട്ടാണ് പിടിച്ചേക്കുന്നത് ഈ പ്രാവശ്യം. ഞാൻ ഇതിൽ വന്നിട്ടില്ല. പാമ്പള എന്ന് പറയുന്നൊരു ഡാമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മളിത് ചെറുതോണിയൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പം ഇതിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണല്ലേ വഴികൾ കാണാനായിട്ട്. പിന്നെ സൈഡിൽ കൂടെയൊക്കെ ചെറിയ ചെറിയ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗിയാണ്. എനിക്ക് എന്താ പറയുക, ഈ വഴി നേരത്തെ വരാത്തതുകൊണ്ട് ഭയങ്കര ഒരു നഷ്ടം തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ മലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ദൈവം എന്ത് രസമാണല്ലേ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ പറയാനായിട്ട്. എനിക്ക് ഓൾറെഡി ഇപ്പോൾ പനി കുറഞ്ഞിട്ടില്ല. ഏകദേശം 1-2 ആഴ്ചയായി എനിക്ക് പനി തുടങ്ങിയിട്ട്. മരുന്ന് മേടിച്ച് നിൽക്കല്ലാണ്ട് പനി ഇതുവരെയും കുറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴ്വശങ്ങളിലെ വീടുകളാണ്, എന്ത് ഭംഗിയാണല്ലേ. എനിക്കിത് കാണുമ്പോൾ ബോളിവുഡ് മൂവീസൊക്കെ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് പോരും. പിന്നെ KCB പോലീസ് സ്റ്റേഷൻ എന്ത് വേണ്ടു അതെല്ലാം ഞാൻ കണ്ടിട്ടാണ് നമ്മൾ പോരുന്നത്. അപ്പോൾ അത്രയധികം രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ കൊണ്ടുവന്ന നമ്മുടെ ആൽബിനോട് ഞാൻ നന്ദി പറയുകയാണ് ഈ നിമിഷത്തിൽ. എന്തായാലും ഈ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതൊക്കെ കാണാൻ എൻ്റെ അമ്മേ അത്രയധികം ഭംഗിയാണ്. എന്തായാലും നേരത്തെ നമ്മൾ വീട്ടിൽ സാധാരണ നമ്മൾ എത്തുന്നത് ബസ്സിനൊക്കെ വരുന്നതെങ്കിൽ നമ്മൾ 6-7 മണിക്കൂർ വെച്ചിട്ടാണ് എത്തുന്നത്. ഈ പ്രാവശ്യം എന്തായാലും 6 മണിക്ക് പോന്നിട്ട് നമ്മൾ വീട്ടിൽ എത്തിയത് കറക്റ്റ് 8 മണി 8:30-9 മണി ആയപ്പോഴത്തേക്കും എത്തി. അപ്പോൾ എത്ര മണിക്കൂറാണ്,
3-4 മണിക്കൂർ എടുത്തല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കൊരു 2 വീലറൊക്കെ വാങ്ങണം. ഞാൻ പ്ലാൻ ചെയ്ത് കുറേ ആയല്ലോ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നൊന്നും അങ്ങ് നടക്കുന്നില്ല. കാരണം നമ്മുടെ ഓരോരോ ബാധ്യതകളും ലോണും അതൊക്കെ മാറിയിട്ട് വേണമല്ലോ നമുക്ക് അടുത്തൊരു കാര്യം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് എനിക്ക് എന്തായാലും ഞാനും ഒരു 2 വീലർ എടുക്കും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. കണ്ടോ താഴ്ഭാഗമൊക്കെ കാണാനായിട്ട് എന്ത് രസമാണ്. പിന്നെ ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്ന വീടൊക്കെ കാണുമ്പോൾ എനിക്ക് വേറെന്തൊക്കെയോ സിനിമകളൊക്കെ കാണുന്നൊരു ഫീല് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ കുറേയൊക്കെ ബളബളബളാന്ന് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഡാമിൻ്റെ അവിടെ കുറച്ച് നേരം നിർത്തി. നമ്മൾ പാമ്പള എന്ന് പറഞ്ഞൊരു ഡാമിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ആൽബിനുണ്ട്. നമ്മൾ ഒരു 5 മിനിറ്റ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, അവൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നപ്പോഴത്തേക്കും അവന് നടുവേദനയൊക്കെ ആയിരുന്നു. ഓൾറെഡി നടുവേദന ഉണ്ടായിരുന്നു, പിന്നെ ഇത്രയും ഇരുന്നപ്പോഴത്തേക്കും പിന്നെ നടുവേദനയൊക്കെ ആയി. അങ്ങനെ നമ്മളവിടെ നിർത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോന്നു. നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു വിത്തൗട്ട് ചായ കുടിച്ചു. അവനും ചായയും ഒരു കടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോരുമ്പോൾ ഏതാണ് ഈ സ്ഥലം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ എവിടെ എത്തുമെന്ന് ചോദിച്ചായിരുന്നു. പിന്നെ അവൻ ഏതോ ഒരു പേര് പറഞ്ഞു, എനിക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വണ്ടി പോകുമ്പോൾ വണ്ടിയിൽ ബൈക്കിലൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര കാറ്റും അതുപോലെ ഹെൽമെറ്റൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ആൾ പറയുന്നതെന്ന് മനസ്സിലാകത്തില്ലല്ലോ. അപ്പോൾ അതെന്തായാലും നമ്മൾ എത്തുമല്ലോ, അപ്പോൾ എത്തുമ്പോൾ എത്തട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ ഈ ഡാമിൻ്റെ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് കല്ലാറുകുട്ടി ഡാമാണല്ലോ എന്ന്. അപ്പോൾ ഒരു കയറ്റം കയറിയിട്ട് കാണുന്നത് നമ്മുടെ കല്ലാറുകുട്ടിയാണ്. അപ്പോൾ വരുന്ന വഴിയാണ് നമ്മൾ അടിമാലി എന്നൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കല്ലാറുകുട്ടി എത്തിയിട്ടുണ്ട്. അടിമാലി ഒന്നും ടച്ച് ചെയ്യാതെ നമ്മൾ നല്ല വേഗം തന്നെ എത്തി. ഇതാണ് അടിപൊളി റോഡ് കേട്ടോ. നമ്മൾ എന്താ പറയുക, നേരിമംഗലം കാട്ടിക്കൂടെ ഇട്ട് വളവും തിരിവും തിരിക്കേണ്ട ഒരാവശ്യമില്ല. ഇതാകുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ പോരാൻ പറ്റിയ അടിപൊളി റോഡുമാണ്. അങ്ങനെ നമ്മൾ വെള്ളത്തൂവൽ പവർ സ്റ്റേഷൻ്റെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയൊക്കെ ആയതുകൊണ്ടാണ് പിന്നെയും നല്ലൊരു തണുപ്പുള്ളത്. അപ്പോൾ എന്തായാലും നേരെ വീട്ടിൽ ചെന്നിട്ട് കിടന്നുറങ്ങാനാണ് പ്ലാൻ. വേറൊന്നുമില്ല, നല്ല പനിക്കുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. ചുമയും ജലദോഷമൊക്കെയാണ്. അപ്പം ഇന്നെങ്ങനെ പോയാൽ ശരിയാവും എന്നൊക്കെ എനിക്കുണ്ട്. എങ്കിൽ പോലും ഞാൻ കുഞ്ഞാവേൻ്റെ അടുത്തേക്കൊന്നും പോവാതിരിക്കാം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതുപോലെ ഞാൻ അവിടെ ചെന്നിട്ടുള്ള അധികം വീഡിയോസൊന്നും എടുക്കുന്നില്ല. വേറൊന്നുമല്ല, അവർക്കത് എന്നോട് താല്പര്യമില്ല വീഡിയോസൊക്കെ എടുക്കുന്നതിന്. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അല്ലെങ്കിലും അവർക്ക് താല്പര്യമില്ല നമ്മൾ അവരുടെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പൊന്മുടിയിൽ എത്തിയിട്ടുണ്ട്. പൊന്മുടി കൂടിയാണ് കേട്ടോ പോകുന്നത്. നമുക്ക് ഇതാണ് എളുപ്പം. നമ്മൾ 2 വീലറിനും കാറിനൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിലെ വരുന്നതാണ് ഇച്ചിരിയോടെ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ നേരത്തെ നമ്മുടെ ഡാമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും കാണിക്കുന്നതിൽ നിങ്ങൾ എന്നോട് വിരോധമൊന്നും തോന്നരുതേ. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ ഇതൊക്കെ കാണാനാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അതൊക്കെ കാണിക്കാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നേരെ വീട്ടിൽ ചെല്ലുക, കിടന്നുറങ്ങുക, പോരുക എന്നുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണാം കേട്ടോ. ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി സെറ്റായിട്ട് ഇറങ്ങി വീട്ടിലേക്ക് വന്നു. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. രാവിലെ ട്രാവൽ ചെയ്തതിൻ്റെ ജലദോഷം ഭയങ്കര. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ അവരും വന്നു. നമ്മൾ കുഞ്ഞാവയ്ക്കുള്ള ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോയി. അങ്ങനെ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് നേരെ ആഷ്നയുടെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആഷ്നയുടെ വീടിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. എല്ലാം ഓടി ഒളിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഞാൻ ആഷ്നയുടെ അടുത്ത് പോയി കുഞ്ഞാവേനെയൊക്കെ കണ്ടു. ഒരുപാട് സന്തോഷമായി. കുറച്ച് സമയമൊക്കെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ശേഷം ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി എങ്ങോട്ട് എന്നുള്ളൊരു പ്ലാനിലായിരുന്നു എല്ലാവരും. അങ്ങനെ നമ്മൾ വണ്ടിക്കകത്ത് കയറി. ഇതാണ് നമ്മുടെ അശ്വതി, അച്ചുക്കുട്ടി, പിന്നെ ആൽബിൻ, അപ്പുറം ഇരിക്കുന്ന വൈറ്റ് ഷർട്ട് ഇട്ടത് അജിൻ. അപ്പോൾ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ സ്വന്തം അർജുൻ, പിന്നെ അപ്പുറം ഇരിക്കുന്നത് വിപിൻ ചേട്ടൻ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഗ്യാപ്പ് റോഡ് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാൻ ഇതുവരെ ഗ്യാപ്പ് റോഡ് പോയിട്ടില്ല. ഒരു ഇടുക്കിക്കാരിയായിട്ട് ഗ്യാപ്പ് റോഡ് പോയിട്ടില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ പോയിട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഇത്തവണ പോകാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഇവർ എനിക്കൊരു വലിയൊരു അസറ്റാണ് കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോരോ തിരക്ക് കാരണം ചിലപ്പോൾ മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ഒന്നും പറ്റിയില്ല എങ്കിൽ പോലും നമുക്കൊരു ആപത്ത് വന്നു, നമുക്കൊരാവശ്യം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഓടിയെത്തുന്നത് എൻ്റെ ഈ ഫ്രണ്ട്സ് മാത്രമായിരിക്കും കേട്ടോ. അതെന്തായാലും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത്രയധികം നമ്മളെ കെയർ ചെയ്യാനും നമ്മളെ സ്നേഹിക്കാനും കഴിയുന്ന നല്ല നല്ല ഫ്രണ്ട്സിൽ എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ഫീല് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരോടടുത്തുള്ള ഒരു ട്രാവലിങ്ങും അവരോടൊത്തുള്ളൊരു കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോഴും തമാശകളും കളിച്ചിരികളൊക്കെ അതൊക്കെ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഒരു പ്ലാനും ഇല്ല, ഗ്യാപ്പ് റോഡ് പോവുക, അവിടെ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും, ഇവർ ഓരോന്നോ കാര്യങ്ങൾ യൂട്യൂബിലെ കാര്യങ്ങളും യൂട്യൂബേഴ്സിനെ കുറിച്ചും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബറെ, അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള വ്ളോഗാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പൂപ്പാറ അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും തേനീച്ചക്കൂട് ഇളകിയ കണക്കാണ് ഹിന്ദിക്കാർ നിൽക്കുന്നത്. ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ മലയാളികളെ കാണാനേ ഇല്ല കേട്ടോ, ഇവരെയാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളും ഉണ്ട് കേട്ടോ. UP-ന്നും ഛത്തീസ്ഗഡിൽ നിന്നും ഒക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വന്നവരുടെ വണ്ടി കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് മനസ്സിലായത്. റോഡിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ അവർ നിൽക്കുകയാണ്. പിന്നെ ദേ നമ്മുടെ തേയിലത്തോട്ടമൊക്കെ കാണാൻ എന്ത് രസമല്ലേ. പുറത്ത് നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പുറത്തേക്ക് നിർത്തിയിട്ടുള്ള വീഡിയോ എടുക്കാൻ ഇപ്പോൾ പറ്റില്ല. അപ്പോൾ എവിടെയെങ്കിലും മഴ ഒതുങ്ങുമ്പോൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ മഴയൊക്കെ കുറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് വിചാരിച്ചവരെ, അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ നിങ്ങൾ ഗ്യാപ്പ് റോഡൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കാണുക കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് ഞാൻ അടുത്ത് പോയി നോക്കിയപ്പോഴാണ്, അകലേക്ക് നോക്കി നിന്നാണ് കമൻ്റ് അടിക്കുന്നുണ്ടോ. അപ്പോഴാണ് ഞാൻ കാണുന്നത് അകലേക്കൂടെ കുറേ ചേച്ചിമാർ കൊളുന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേയില ഇടയല്ല, അപ്പോൾ അത് നുള്ളിയിട്ട് പണിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ചേച്ചിമാരാണ് കേട്ടോ. അതൊക്കെ പോകുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതെല്ലാം കണ്ട ശേഷം ഞങ്ങളെല്ലാവരും കൂടെ പിന്നെയും വണ്ടി കയറിയിട്ട് മുന്നോട്ട് യാത്ര തുടങ്ങി. നമുക്ക് വേഗം തന്നെ പോകണം. ഇപ്പോൾ എന്തായാലും കാലാവസ്ഥ കുഴപ്പമില്ലാതെ നിൽക്കണം, മഴയൊക്കെ ഒന്ന് തോർന്നു. ഇനി എപ്പോൾ വേണേലും മഴ പെയ്യാന്നുള്ള രീതിയിലാണ് ഒരു വൈബുള്ള ഒരു സ്ഥലമുണ്ട്. വെള്ളം ഇങ്ങനെ കയറി കിടക്കണം, മറ്റേ നമ്മുടെ ഒരു വിപണയുള്ള സ്ഥലമില്ലേ, അതിനെ പോയി കഴിഞ്ഞ് കുറച്ചും കൂടെ நாங்க வந்து இப்போ வந்து பெரிய கനാൽ இருக்கு, சின்ன கനാൽ. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് പ്രഭാതിൻ്റെ വീട് ചിന്നക്കനാലാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അവനെയും കാണാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അവനിങ്ങനെ ആൽബിൻ വിളിച്ചുകൊണ്ടിരിക്കുക. ആൽബിനും ജിന്നുടി നീ എവിടെയാ? വീട്ടിലുണ്ടോ നീ? പിന്നെ ആ പരിസരത്തൊക്കെ ഉണ്ടോ? അവിടെ മരമുണ്ടോ? പിന്നെ എവിടെ നീ? ഇതാ മേളുടെ വളവില്ല, നിന്റെ ആ സൂര്യയിലേക്ക് തിരിയുന്ന വഴിയില്ലേ മേളില്. അപ്പോൾ പ്രഭാത് വരാൻ ഏറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രഭാതിനെയും കാണാം, കുറേ ആയി നമ്മളെല്ലാം കണ്ടിട്ട്, 1 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷമായി. ഈ ഒക്ടോബർ 10 വന്നപ്പോഴത്തേക്കും 2 വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പം പോകാൻ പോകുന്നത് എവിടെയാണ്? ഗ്യാപ്പ് റോഡ് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ തോതിൽ മഴ പെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഏത് സമയത്തും ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ കയറി കിടക്കുന്നതുകൊണ്ട് അത് പകലാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ നല്ല വെയിലാണെങ്കിൽ പോലും കോടമഞ്ഞുണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം, കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു
വെള്ളച്ചാട്ടം, നല്ല അടിപൊളി വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അവിടെ നിർത്തി. ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ചൂടോടെ കഴിക്കുക, പിന്നെ ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കുക എന്നുള്ള പ്ലാനിൽ നമ്മളെല്ലാവരും ഇവിടെ ഇറങ്ങിയത്. പിന്നെ പൈനാപ്പിൾ ഉണ്ട്, പിന്നെ എന്താണ് നമ്മുടെ മാങ്ങയുണ്ട്, തണ്ണിമത്തനുണ്ട്. എൻ്റെ ഫോൺ എന്തായാലും ഓഫ് ആവാറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഗ്യാപ്പ് റോഡിൽ പോയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ഇത് നമ്മൾ എന്തായാലും അവരാരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോസ് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നതിൽ ഭയങ്കര രസമാണ്, നല്ല കാഴ്ചകൾ പറയാതിരിക്കാൻ പറ്റില്ല. വെള്ളച്ചാട്ടം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവും, നമ്മുടെ കുറേയൊക്കെ ടെൻഷനുകളൊക്കെ മാറ്റി വെക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തത് അതേ മാങ്ങയും അതുപോലെ തന്നെ പൈനാപ്പിളും വാങ്ങിച്ച് കഴിക്കുകയാണ്. അപ്പോൾ അവരതിൻ്റെ അകത്തേക്ക് ഉപ്പും മുളകൊക്കെ ഇട്ട് തരും. അങ്ങനെ ഞാൻ കഴിച്ചില്ല, കാരണം കുറേ ആയിട്ട് എനിക്ക് BP-യുടെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപ്പുള്ളതൊന്നും അധികം ഇപ്പം കഴിക്കലില്ല കേട്ടോ. ഇതിപ്പോൾ ഉപ്പുള്ളത് കഴിച്ചോണ്ടൊന്നുമല്ല, എൻ്റെ മാനസിക പ്രശ്നങ്ങൾക്കുള്ള ഒരു ഇതാണ് BP കൂടുന്നത്. അപ്പോൾ എന്തായാലും അവർ അന്നേരം ഇത് മേടിച്ചു, മാഗി. അപ്പോൾ മാഗി കണ്ടപ്പം നല്ല രസമുണ്ടായിരുന്നു. ഒരു മാഗി 2 ടൈപ്പ് മാഗിയാണ് മേടിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചു നോക്കി, വലിയ കുഴപ്പമില്ല, വലിയ നല്ലതാണെന്നും പറയാനും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഓക്കെയാണ്. അപ്പോൾ എന്തായാലും അവരതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിന്നെക്കാനും മുടിയുണ്ട്. ഈ താടി ഷേപ്പ് ചെയ്തിട്ടുണ്ടോ? മുനിമാര് ഷേപ്പ് ചെയ്യാറില്ല. ഞങ്ങൾ ചുമ്മാ അറിയണം. ആശനയുടെ മറ്റേ ആശനെ കാണാൻ, ആശനയ്ക്ക് കൊച്ചുണ്ടായിരുന്നല്ലോ, അപ്പൊ കാണാൻ വേണ്ടി ഇത് വന്നു എല്ലാവരും കൂടെ. അപ്പൊ ചുമ്മാ ജസ്റ്റ് വന്നിട്ട് അവരെടുത്ത് വന്നു, അവിടെ അവിടുന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകും. ഇവിടെ എത്തിയപ്പോൾ നിന്ന് ഞങ്ങൾ ഓർത്തു നീ ജീവിച്ചിരിപ്പൊന്നും അറിയണ്ടേ, നീ പിന്നെ പരിപാടി ഓൺലൈൻ ക്ലാസ് ഇരിക്കുവാണ്. ഇപ്പൊ കൊടുവാ. അപ്പോൾ അതാണ് പ്രഭാത്. അവൻ ഞങ്ങളൊപ്പം ഡിഗ്രിക്ക് പഠിച്ചതാണ്. അവൻ്റെ വീട് സൂര്യനെല്ലിയാണ് കേട്ടോ. അപ്പോൾ അവന് കുറച്ച് വീഡിയോ എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഡ്രോൺ കൊണ്ടുവന്നത്. അത് കണ്ടതേ തന്നെ അജിനെടുത്ത് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറപ്പിക്കാം എന്നുള്ള പ്ലാനിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്ലൈമറ്റ് ഒട്ടും നല്ലതല്ല, മോശമാണ്. കാരണം മഴ വരാൻ തുടങ്ങി, 4 മണിയായിട്ടുള്ളൂ കണ്ടാൽ, പക്ഷേ 6 മണി 7 മണി അടുത്തായെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ്. അതെപ്പോഴും അവിടെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നതുകൊണ്ട് ഇനി ഫ്രണ്ടിലേക്ക് പോകണ്ട എന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് കേട്ടോ. എന്നാലും ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഗ്യാപ്പ് റോഡിൻ്റെ. പക്ഷേ എന്ത് ചെയ്യാൻ, എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, എൻ്റെ ഫോൺ ഓഫായിപ്പോയി. പിന്നെ നമ്മൾ വേഗം പോയിട്ട് പോകുന്നതുകൊണ്ട് അവരുടെ ഫോണിലൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം, നമ്മൾ ഡ്രോണിലെടുത്ത വീഡിയോസൊക്കെ അത് അവൻ എടുത്തു തന്നാണ്. അത്ര ഓക്കെ ആയിട്ടില്ല എങ്കിലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഇനി അടുത്ത് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാം. ഇനിയിപ്പോൾ ആരുടെയൊക്കെ കല്യാണമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും പിള്ളേരൊക്കെ പ്രായമായിട്ടൊക്കെ നിൽക്കുകയല്ലേ. അപ്പോൾ എന്തായാലും ഇത്രയും നല്ല അടിപൊളിയായിട്ട് നമുക്ക് വരാൻ പറ്റി, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഡ്രോൺ പറത്തിയിട്ടുള്ള ഒരു വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇനി നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുകയാണ്, ഇത്രയും എന്നെ വളർത്തിയതിനും സ്നേഹിച്ചതിനൊക്കെ. അപ്പോൾ നമ്മുടെ പ്രഭാത ഡ്രോൺ പറത്തി തുടങ്ങിയിട്ടാ. എവിടെ പോയി? ഞാൻ ഇതിനെടുത്തിട്ട് വരട്ടെ. ഇതേ കുരങ്ങുകൾ കണ്ടോ?
അവിടെ